ഹായ്, ഗുഡ് ഈവനിങ്. നാളെ നരസിംഹ ജയന്തിയാണ്. വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നരസിംഹ അവതാരം എടുത്ത ദിവസമാണ്. പ്രഹ്ലാദൻ്റെ അച്ഛൻ പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് വിഷ്ണു ഭഗവാൻ നരസിംഹ അവതാരം എടുക്കുന്നത്. ജന്മം കൊണ്ട് തന്നെ ജനിക്കും മുമ്പ് തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ വിഷ്ണു കഥകൾ കേട്ട് നാരദ മഹർഷി അമ്മയോട് പറയുന്ന വിഷ്ണു കഥകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറച്ചതാണ് വിഷ്ണുഭക്തി, നാരായണ ഭക്തി. പക്ഷേ അച്ഛനായ ഹിരണ്യകശിപു അസുരനും ദുഷ്ടനും അദ്ദേഹമാണ് ഈശ്വരനെന്ന് ആ നാട്ടിലുള്ള ആ രാജ്യത്തെ പ്രജകളെയെല്ലാം വിശ്വസിപ്പിച്ച് അവരെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാമവും ജപിക്കേണ്ടെന്നത്, അല്ലാതെ വേറൊരു ഈശ്വരനില്ല ലോകത്ത്. നാരായണനോട് എന്നും ദേഷ്യമാണ്. സഹോദരനായ ഹിരണ്യാക്ഷനെ കൊന്നത് വിഷ്ണു ഭഗവാനാണ്. ഇവർ രണ്ടുപേരും വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠത്തിലെ പാലകരായിരുന്നു, ജയനും വിജയനും. അവർക്ക് മുനിമാരുടെ ശാപത്താലാണ് അസുരന്മാരായി ജനിക്കേണ്ടി വന്നത്. അങ്ങനെ ജനിച്ച് ഹിരണ്യാക്ഷൻ ലോക ഉപദ്രവകാരിയായിരുന്നു. അദ്ദേഹം ഭൂമിദേവിയെ പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിക്കുമ്പോഴാണ് വിഷ്ണു ഭഗവാൻ വരാഹമായിട്ട് ചെന്ന് ദേവിയെ മോചിപ്പിച്ച് ഹിരണ്യാക്ഷനെ കൊന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ ആ ഒരു ദേഷ്യം കൂടെ ഹിരണ്യകശിപുവിനുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും വിഷ്ണുവിൻ്റെ നാമം ജപിച്ച അല്ലെങ്കിൽ വിഷ്ണു ഭക്തനാന്ന് പറയുന്നവരെ അപ്പം തന്നെ കൊന്നുകളയും. പക്ഷേ ഇത് മകനായിപ്പോയി. ഇവനെ പ്രസവിക്കുന്നതോടെ അവൻ്റെ അമ്മയും മരിച്ചു പോകും. എങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്നവരോടെല്ലാം പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമായിരുന്നു. എങ്ങനെങ്കിലും എന്നെ വേണം ഭജിക്കാൻ, വിഷ്ണുഭക്തി അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി കൊടുക്കണം. പക്ഷെ അതാർക്കും പറ്റില്ല. അമ്മയുടെ വയറ്റ് വെച്ച് എന്നെ കിട്ടിപ്പോയ ജന്മനാ ഉള്ള കാര്യമാണ്, അത് മാറത്തില്ല നാരായണ ഭക്തി. പക്ഷെ ഭഗവാനെ വിളിക്കുന്ന ഏതൊരു വ്യക്തിയും ഈശ്വരനെ എപ്പോഴും രക്ഷിക്കും. ഏതൊരാപത്തിൽ നിന്നും രക്ഷിക്കാൻ കൂടെ ഉണ്ടാവും. അതാരെങ്കിലും മുഖേന നമ്മളെ അപകടത്തിൽപ്പെട്ടു പോയാൽ നമ്മളെ രക്ഷിക്കും. ഈശ്വരൻ നേരിട്ട് വന്നില്ലെങ്കിലും അങ്ങനെ സഹായിക്കുന്നതും രക്ഷിക്കുന്ന ഈശ്വരനാണ് നാരായണൻ. അപ്പോൾ പല പ്രാവശ്യം ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം ഭൂമിദേവി രക്ഷിക്കും. എല്ലാവരും ഞാൻ ഈ കഥ ഫുള്ളി പറഞ്ഞ് ചാനലിലിട്ടിട്ടുണ്ട്. നരസിംഹ അവതാരം എന്ന് പറഞ്ഞ ഭാഗവത കഥ. ഇത് പക്ഷേ പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞതാണ്. ഹിരണ്യകശിപുവിനെ കൊന്നു കഴിഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഈശ്വരൻ ഇരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാം ഭയന്ന് എങ്ങനെ ഈ കോപം ഒന്ന് ശമിപ്പിക്കുമെന്ന് ഓർത്തിട്ട് ലക്ഷ്മി ദേവിയെ ഭഗവാന്റെ അടുത്തോട്ട് ലക്ഷ്മി ദേവിയോട് പറയും, ദേവി ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ല്, ആ കോപം ഒന്ന് ശമിക്കട്ടെന്ന് പറയും. പക്ഷേ ദേവി അദ്ദേഹത്തെ കണ്ട് അടുത്ത് ചെല്ലുമ്പം തന്നെ പേടിച്ച് പിന്മാറത്തേ ഉള്ളൂ. അത്രയ്ക്കും സിംഹത്തിൻ്റെ അതിഭയങ്കരമായ ദേഷ്യഭാവവും ആയിട്ട് രക്തമൊക്കെ ദേഹത്ത് തെറിച്ച് ക്രൂരഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഹിരണ്യകശിപുവിനെ വലിച്ചു കീറി നഖങ്ങൾ കൊണ്ട് വലിച്ചു കീറിയാണ് കൊന്നു. അപ്പം അതൊക്കെ കൊണ്ട് പേടിച്ച് നിൽക്കുമ്പം ദേവന്മാർ വിചാരിക്കും ഇനി എങ്ങനെ ഈശ്വരനെ അനുനയിപ്പിക്കുന്നത്, എങ്ങനെ ഈ ദേഷ്യം ഒന്ന് മാറ്റുന്നതെന്ന് ഓർത്തിട്ട് പ്രഹ്ലാദൻ്റെ ഒരു മോനൊരു കാര്യം ചെയ്യും. വിഷ്ണു ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ അടുത്ത് നിന്ന് മോനൊന്ന് അദ്ദേഹത്തെ ഒന്ന് അടുത്തോട്ട് നീങ്ങുന്നില്ലേ, മോനെ കാണുമ്പോൾ ചിലപ്പം അദ്ദേഹത്തിന് ആ ദേഷ്യം പോകുമായിരിക്കും എന്ന് പറയും. പ്രഹ്ലാദം ഒട്ടും മടിക്കാതെ അടുത്ത് പോയി നിന്ന് സ്തുതിക്കും. അതാണ് ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി. അത് നാളെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. അതൊന്ന് ഭാഗവതത്തിലെ അത്രയും ഭാഗം മാത്രം കുറച്ചേ ഉള്ളൂ. അതൊന്ന് വായിച്ചാൽ ഏറ്റവും നല്ല നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കും നമുക്ക്. മറ്റൊരു മന്ത്രം ജപിക്കുന്നതിനേക്കാളും നല്ലത് പ്രഹ്ലാദ സ്തുതി. ഭഗവാൻ ഏറ്റവും ഇഷ്ടവും പ്രഹ്ലാദനോടാണ്. പ്രഹ്ലാദൻ സ്തുതിക്കുന്നത് കേട്ട് കഴിയുമ്പോഴാണ് നരസിംഹത്തിൻ്റെ ആ കലിപ്പെല്ലാം ഒന്ന് അടങ്ങി ശാന്തനായി അവനെ എടുത്ത് മടിയിൽ വെച്ച് തലോടി അനുഗ്രഹിക്കും പ്രഹ്ലാദനെ. അപ്പോൾ നമ്മളെല്ലാം നാളെ ആ ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഈശ്വരാനുഗ്രഹം കിട്ടും. ഓക്കെ, എല്ലാവർക്കും നരസിംഹ ജയന്തിയുടെ ആശംസകൾ. ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ. നാരായണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നാളെ ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും. നമുക്ക് ഇപ്പം ഈ കലിയുഗത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് നാരായണൻ്റെ സ്നേഹവും അനുഗ്രഹവും. അതിനായി ആ ദിവസവും ഒരു പേജ് ഭാഗവതം വായിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ മന്ത്രജപമൊക്കെ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ഇത് ഏറ്റവും ബെറ്ററാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.